നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളല്ല, നമ്മളെ മനസ്സിൽ നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ചില ബിംബങ്ങളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം, ചിലപ്പോൾ അത് നമ്മളെ പരാജയത്തിലേക്കും നയിച്ചേക്കാം. നമ്മൾ പലപ്പോഴും നമ്മളെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന്, നമ്മളെ പരാജയങ്ങളിൽ നിന്ന് നമ്മളെ ചില ബിംബങ്ങൾ നമ്മൾ മനസ്സിൽ കൊത്തുവെച്ചിട്ടുണ്ടാവും. ആ പരാജയത്തിൻ്റെ ചിന്തകൾ നൽകുന്ന ബിംബങ്ങളെ നമ്മൾ പൊളിച്ചു കളഞ്ഞാൽ, ഉടച്ചു കളഞ്ഞാലാണ് നമുക്ക് വിജയമുണ്ടാവുക. ഒരു കഥ പറയാം. ഒരു വലിയ ശില്പി, മഹാനായ ഒരു ശില്പി ഒരു പാറയിൽ നിന്ന്, ഒരു കല്ലിൽ നിന്ന് നല്ല സുന്ദരമായൊരു ബിംബം കൊത്തിയെടുത്തു. അത് കണ്ട ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ മനോഹരമായ ബിംബത്തെ കൊത്തിയെടുത്തത്? ആ ശില്പി പറഞ്ഞു, ഈ മനോഹരമായ ബിംബം ഈ പാറയിൻ്റെ, ഈ കല്ലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഞാൻ പൊട്ടിച്ചു മാറ്റിയപ്പോഴാണ് ഈ ബിംബം പുറത്തേക്ക് വന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് ആലോചനകളും ഒരുപാട് ബിംബങ്ങളുണ്ട്. ഈ ബിംബങ്ങളെയും ആലോചനകളെയും ചിന്തകളെയും പൊളിച്ച് ഒഴിവാക്കിയാലേ നമുക്ക് വിജയത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ളത്, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ ഒരു വെള്ളക്കടലാസിൽ എഴുതി അതിൻ്റെ കാരണവും അതിൻ്റെ യുക്തിയുമെല്ലാം ഒന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കുക. അങ്ങനെ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ മനസ്സിലെ നെഗറ്റീവായ ബിംബങ്ങളെ നമ്മൾ പൊളിച്ച് കളയേണ്ടതുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയമാണ് ഉണ്ടാവുക. നമ്മുടെ മസ്തിഷ്കം എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ ആലോചിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ചിന്തകൾ ഉണ്ടാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പോസിറ്റീവുകളെ ആലോചിക്കുന്നതിനൊപ്പം തന്നെ ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവായ ബിംബങ്ങളെയും നമ്മൾ പൊളിച്ചു കളയണം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാവണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.